രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം മുറുകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തകളിലൊന്ന്. സിപിഐയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും തമ്മിലാണ് തർക്കം. രാജ്യസഭാ സീറ്റിൽ മറ്റാരും അവകാശവാദം ഉന്നയിക്കേണ്ടെന്നും ആർക്കും വിട്ടു നൽകില്ലെന്നും സിപിഐ വ്യക്തമാക്കി കഴിഞ്ഞു. സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം. കോട്ടയത്ത് ഇന്ന് ചേരുന്ന കേരള കോൺഗ്രസ് സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്തേക്കും. വിവരങ്ങളുമായി അല്ലമീനും പി ആർ പ്രവീണയും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം നമുക്ക് പി ആർ പ്രവീണയിലേക്ക് പോകാം. പി ആർ പ്രവീണ, ഗുഡ് മോർണിംഗ്. സീറ്റ് മറ്റാർക്കും വിട്ടുകൊടുക്കില്ല എന്ന വാദവുമായി CPI നിൽക്കുന്നുണ്ട്. സീറ്റ് വേണമെന്ന് ജോസ് കെ മാണി വിഭാഗം കടുപ്പിക്കുമോ? ഇന്നത്തെ യോഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് നേതാക്കൾ നൽകുന്ന സൂചന എന്താണ് പ്രവീണ? സുജയ, വിട്ടുവീഴ്ച വേണ്ട എന്നുള്ളതാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാട്. കാരണം ഇപ്പോൾ കൈവശം വച്ചിരിക്കുന്ന MP സീറ്റ് അത് തുടരണമെന്നുള്ളതാണ് ആവശ്യം. 3 സീറ്റാണ് ഒഴിവുവരിക. ജൂലൈ 1 കാലാവധി അവസാനിക്കുമ്പോൾ അതിൽ 1 സീറ്റ് സ്വാഭാവികമായും CPIക്ക്, അത് CPI വിട്ടുകൊടുക്കില്ല എന്ന് പറയുമ്പോൾ പിന്നെ വരുന്ന 2 സീറ്റ് അത് ഒന്ന് ലീഗിന് പോകും, UDFന്റേത്, മറ്റൊന്ന് ആണ് ഉള്ളത്. അതിൽ ആര് എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നമായി നിൽക്കുന്നത്. CPM-നും ഒരു സീറ്റ് ഉണ്ടാവും, CPIയോ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ജോസ് കെ മാണി വിഭാഗം സീറ്റിൽ വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് തീരുമാനം. അതിൽ വിട്ടുവീഴ്ച വേണ്ട എന്നുള്ള കാര്യവും തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ച് ഔദ്യോഗികമായി മുന്നണിയിൽ നിലപാട് അറിയിക്കാനാണ് നീക്കം. ഓക്കെ, നമുക്കിപ്പോൾ അല്ലമീനും തുടരുന്നുണ്ട്. അല്ലമീൻ, സീറ്റ് വിട്ടുതരില്ല എന്നാണ് പ്രവീണയും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും പറയുന്നത്. തങ്ങൾക്ക് വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കാനായി ഇന്ന് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരാൻ പോകുന്നു കോട്ടയത്തെന്ന് പ്രവീണ പറയുന്നുണ്ട്. എങ്ങനെയാണ് CPIയുടെ ഒരു സ്റ്റാൻഡ് ഈ വിഷയത്തിൽ? തങ്ങളുടേതാണ്, മറ്റാരും എടുക്കാൻ നോക്കേണ്ട എന്ന് തന്നെയാണോ അവർ അതിൽ ഉറച്ചു നിൽക്കുകയാണോ? LDF ഈ വിഷയം വന്നു എന്ന് CPIM കൺഫേം ചെയ്യുന്നുണ്ടോ? സുജിയ, ഈ വിഷയത്തിൽ കേരള കോൺഗ്രസ് നിലപാട് കടുപ്പിക്കുന്നു. അവർ നീക്കം ശക്തമാക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് CPIയും നിലപാട് ശക്തമാക്കുന്നത്. തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ്, തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ്, അത് കണ്ട് ആരും പനിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് CPI നേതൃത്വം നിലപാട് സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിലെ പ്രബലരായ രണ്ടാമത്തെ കക്ഷി ആര് എന്നുള്ളൊരു ചോദ്യവും തർക്കവും ഇപ്പോഴും നിലനിൽക്കുകയാണ്. നേരത്തെ CPI തന്നെയായിരുന്നു രണ്ടാമത്തെ കക്ഷി. പക്ഷേ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം കൂടി പാർട്ടി മുന്നണിയിലേക്ക് വരുമ്പോൾ അതിലൊരു ആശയക്കുഴപ്പവും ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം വരുന്ന സമയത്ത് CPIയും പല രീതിയിൽ എതിർപ്പ് പറയുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വലിയൊരു തർക്കത്തിലേക്ക് നയിക്കാവുന്ന ഒരു വിഷയം രൂപപ്പെട്ടു വരുന്നത്. ഏതായാലും ഒരു വിട്ടുവീഴ്ചയും ഈ വിഷയത്തിൽ വേണ്ട എന്നുള്ളത് തന്നെയാണ് CPIയുടെയും നിലപാട്. ഈ വിഷയം ഇടതുമുന്നണി നേതൃയോഗത്തിൽ അറിയിക്കുകയും ചെയ്യും. കാരണം നിലവിൽ ബിനോയ് വിശ്വമാണ് രാജ്യസഭയെ പ്രതിനിധീകരിക്കുന്നത്. CPIയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഒരാൾക്ക് തന്നെ രാജ്യസഭയിലേക്ക് അയക്കുന്ന ഒരു പാരമ്പര്യമില്ല. മറ്റൊന്ന് പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ 2 പദവിയിലേക്ക് ഇരിക്കുന്ന ഒരു ആളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയ ഒരു സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് അയക്കുമോ എന്നൊരു ചോദ്യവുമാണ്. പക്ഷേ CPI നേതാക്കൾ പറയുന്നത് പാർട്ടി സെക്രട്ടറിക്ക് വേണ്ടി തന്നെ ആ സീറ്റ് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് കുറച്ചുകൂടി കരുത്തുണ്ടാകും, കുറച്ചുകൂടി പവർ ഉണ്ടാകും, മുന്നണിയിൽ അതിനെ കുറച്ചുകൂടി ഒരു ചോദിക്കാൻ പവർ ഉണ്ടാകുമെന്നുള്ളതാണ് അവർ സ്വീകരിക്കുന്ന നിലപാട്. ഇനി ബിനോയ് വിശ്വത്തിനല്ല, മറ്റൊരു നേതാവിനെയാണ് അവർ രാജ്യസഭയിലേക്ക് അയക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും ആ സീറ്റിൽ വിട്ടുവീഴ്ച വേണ്ടതില്ല എന്ന ഉറച്ച നിലപാട് തന്നെയാണ് അവർ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാകാൻ പോകുന്നത്, ചക്രശ്വാസം വലിക്കാൻ പോകുന്നതും CPM ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒന്നുകിൽ ഘടകകക്ഷികൾക്ക് വേണ്ടി, 2 കൂട്ടർക്ക് വേണ്ടി CPM ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം. അത് എത്രത്തോളം അങ്ങനെ ഒരു വിട്ടുവീഴ്ച മനോഭാവം, അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതല്ലെങ്കിൽ മുന്നണിയിൽ സ്വീകരിക്കാവുന്ന ഒരു സമീപനം CPIക്കോ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിനോ നിലവിൽ രാജ്യസഭാ സീറ്റ് നൽകിയതിനു ശേഷം മറ്റൊരവസരത്തിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു കൂട്ടരെ അക്കോമഡേറ്റ് ചെയ്യുക, പരിഗണിക്കുക എന്നുള്ളൊരു വിട്ടുവീഴ്ച മനോഭാവം. പക്ഷേ അത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ആര് തയ്യാറാകുമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് CPI തയ്യാറാകുമോ, അതല്ല കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം അതിന് മുതിരുമോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മുന്നണിയിലേക്ക് വരുമ്പോൾ തന്നെ ജോസ് കെ മാണി വിഭാഗം പറഞ്ഞതാണ് രാജ്യസഭാ സീറ്റ് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ. ഇനി അക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്ന് കണ്ടാൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ തുടർ നിലപാടൊക്കെ വളരെ നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി അതല്ല, CPIയുടെ നിലപാട് മറികടന്നുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ പരിഗണിക്കാൻ CPM നേതൃത്വമോ മുന്നണി നേതൃത്വമോ തയ്യാറായാൽ CPIയുടെ നിലപാടുകളും വളരെ നിർണായകമാകും. ഏതായാലും ഇടതുമുന്നണി യോഗത്തിൽ ഈ വിഷയം ഒരു കീറാമുട്ടിയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇടതുമുന്നണി നേതാക്കൾ പറയുന്നത് ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോയിട്ടില്ല, അതുമായി ബന്ധപ്പെട്ട ആരും അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. ചർച്ചകൾ വരുമ്പോൾ അതനുസരിച്ച് തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അതുകൂടി ഈ രാജ്യസഭാ സീറ്റ് നിർണയത്തിൽ ഏറെ നിർണായകമായിരിക്കും, സ്വാധീനം ചെലുത്തുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല.
നേരത്തെ UDF ആയിരുന്നപ്പോൾ പത്തനംതിട്ട കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മത്സരിച്ചിരുന്ന സീറ്റാണ്. നിലവിൽ ആ ഒരു സീറ്റ് കൊടുക്കാത്തതിലും ജോസ് കെ മാണി വിഭാഗത്തിന് നേരിയ നീരസമുണ്ട്. ആ സാഹചര്യത്തിൽ രാജ്യസഭാ സീറ്റ് കൂടി നിഷേധിക്കുകയാണെങ്കിൽ അവർക്കത് താങ്ങാനാവുന്നതല്ല, അവർക്കത് അങ്ങനെ അങ്ങ് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യവുമല്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ഈ വിഷയത്തിൽ അടിയുറച്ച് തന്നെ മുന്നോട്ട് പോകും. അതേ നിലപാട് തന്നെ CPM സ്വീകരിക്കുന്നു. സ്വാഭാവികമായ ഈ വിഷയത്തിൽ CPM-ന്റെ നിലപാട് LDF നേതൃത്വത്തിന്റെ നിലപാട് തന്നെയായിരിക്കും ഏറെ നിർണായകമാവുക. സുജയ, അലമീൻ നോക്കൂ, ജൂലൈ 1-ന് 3 സീറ്റുകളുടെ കാലാവധി അവസാനിക്കുന്നു. അതിൽ 2 സീറ്റിലെ ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയും. അപ്പോൾ എളമരം കരീം, ജോസ് കെ മാണി, ബിനോയ് വിശ്വത്തിന്റെ കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ എളമരം കരീമിന്റെ ഒഴിവിലേക്ക് വരുന്ന സീറ്റ് അത് CPIM-ന് സ്വാഭാവികമായും വേണമെങ്കിൽ ഏറ്റെടുക്കാമല്ലോ. അപ്പോൾ ഒരു പ്രശ്നപരിഹാരം എന്ന നിലയിൽ അങ്ങനെ ഒരു ഫോർമുലയിലേക്ക് പോകുമോ? കേരള കോൺഗ്രസ് M+CPIM ഓരോ സീറ്റ് എന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്താനുള്ള ഒരു സാധ്യതയുണ്ടോ? പ്രത്യേകിച്ചും ഒരു ഓഫർ കൊടുത്താണല്ലോ ജോസ് കെ മാണിയെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഏതു രീതിയിൽ ഒരു ഫോർമുല രൂപപ്പെട്ടു വരുമെന്നുള്ളത് കണ്ടു തന്നെ അറിയണം സുജയ. കാരണം ആര് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നുള്ളതാണ്. അങ്ങനെ ആരെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മുന്നണിയെ നയിക്കുന്ന പാർട്ടി എന്ന നിലയിൽ CPM അതിനൊരു ഒരു ത്യാഗത്തിന് അവർ തയ്യാറാകുമോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി അതല്ല, CPM ത്യാഗത്തിന് തയ്യാറാകാതെ ഘടകകക്ഷികളോട് ത്യാഗത്തിന് തയ്യാറാകാൻ പറയുന്നതിൽ എന്ത് യുക്തി എന്നൊരു മറുചോദ്യം പക്ഷേ അവർക്കും ചോദിക്കുകയും ചെയ്യാം. ഏതായാലും ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല ഇടതുമുന്നണി. ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല. പക്ഷേ ചർച്ചകൾക്ക് വരുമ്പോൾ ഏതു രീതിയിൽ അത് പരിണമിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഏതു രീതിയിൽ ഘടകകക്ഷികളെ അനുനയിപ്പിക്കാനാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി അതല്ല, ഘടകകക്ഷികളോടുള്ള വിശ്വാസം പുലർത്താനും അവരെ പിടിച്ചു നിർത്താനും അവരെ തൃപ്തിപ്പെടുത്താനും ഒരു വിട്ടുവീഴ്ചയ്ക്ക് CPM തയ്യാറാകുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു തയ്യാറാകാനുള്ള ഒരു സാധ്യത നന്നേ കുറവാണ്. പക്ഷേ അത് ഏത് രീതിയിൽ പരിണമിക്കുമെന്നുള്ളതും ഏത് രീതിയിലുള്ള ഫോർമുലകളായിരിക്കും രൂപപ്പെട്ട് വരിക എന്നുള്ളതും അതിപ്രധാനമാണ്. ഇതിന് രണ്ട് കൂട്ടരും ഇത് ഇടതുമുന്നണി യോഗത്തിലോ അല്ലെങ്കിൽ ഇടതുമുന്നണി നേതൃത്വത്തെയോ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. ഇന്നിപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിയുമ്പോൾ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം അവരുടെ നിലപാട് ഇടതുമുന്നണി നേതൃത്വത്തെ അറിയിക്കും. സ്വാഭാവികമായും വരുന്ന ഇടതുമുന്നണി യോഗത്തിൽ CPIM സമാനമായ നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്യും. സ്വാഭാവികമായും അതിനെ ഏതു രീതിയിൽ ആ പ്രശ്നം പരിഹരിക്കും, വഷളാകാതെ, തർക്കങ്ങളില്ലാതെ, പ്രശ്നങ്ങളില്ലാതെ, തലവേദനയില്ലാതെ എങ്ങനെ പരിഹരിക്കും, അങ്ങനെ തലവേദനകളില്ലാതെ പ്രശ്നം പരിഹരിക്കുക ഇടതുമുന്നണി നേതൃത്വത്തിന് വളരെ പ്രയാസം തന്നെയായിരിക്കും. ആ തലവേദനകൾ ഒഴിവാക്കണമെങ്കിൽ ഒരു ത്യാഗത്തിന് CPM തയ്യാറാകണം. അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും ഈ വിഷയം ചർച്ചയ്ക്ക് വന്നിട്ടില്ല മുന്നണി യോഗത്തിൽ. ആ മുന്നണി യോഗത്തിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ മാത്രമായിരിക്കും അതിൻ്റെ ഏത് രീതിയിൽ രൂപാന്തരപ്പെടുമെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. നിലവിൽ അത്തരത്തിലൊരു ഫോർമുല സംബന്ധിച്ചോ വിട്ടുവീഴ്ച സംബന്ധിച്ചോ ചർച്ചകൾ സംബന്ധിച്ചുള്ള സൂചനകളൊന്നും വന്നിട്ടില്ല. രണ്ട് കൂട്ടരും നിലപാട് പറയുന്നുണ്ട്. ആ നിലപാട് മുന്നണിയെ അറിയിക്കും, മുന്നണി നേതൃത്വത്തെ അറിയിക്കും. അതിനുശേഷം മുന്നണി നേതൃത്വം എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതായിരിക്കും ഇക്കാര്യത്തിൽ പ്രധാനം. സുജിയ. ഓക്കെ, PR പ്രവീണ, ഇങ്ങനെയാണ് മുന്നണി യോഗത്തിലേക്ക് ചർച്ചയ്ക്കൊന്നും വന്നിട്ടില്ല. കേരള കോൺഗ്രസ് M-ന് സീറ്റ് കിട്ടാതിരിക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നല്ലേ കരുതേണ്ടത്? കാരണം കൃത്യമായ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്ന തരത്തിലായിരുന്നില്ലേ സ്റ്റീഫൻ ജോർജിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്താവന? ഒരു പരസ്യ പ്രസ്താവന തന്നെ അവർ നടത്തുമ്പോൾ അങ്ങനെ ഒരു ഉറപ്പ്, ആ ഓഫർ അത് നിലനിൽക്കുന്നു, ആ ഓഫർ നിങ്ങൾക്ക് തന്നെയാണ്, ജോസ് കെ മാണിക്ക് തുടരാം എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ പോകാനല്ലേ സാധ്യത? എന്ത് തോന്നുന്നു പ്രവീണയ്ക്ക്? മറ്റൊരു കാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. കാരണം കോട്ടയത്തെ സീറ്റ്, അതായത് ഇപ്പോൾ ഇലക്ഷൻ നടന്ന സീറ്റിനെ സംബന്ധിച്ച് CPIക്കോ CPM-നോ തന്നെ അവരുടെ കണക്കുകൂട്ടലിൽ ഈ ജില്ല അവർക്ക് കിട്ടുമെന്നുള്ള തരത്തിൽ വരുന്നതല്ല. പക്ഷേ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം പറയുന്നത് 2 തന്നെ ജയിക്കുമെന്നാണ്. ആ സാഹചര്യത്തിൽ ഒരു തോൽവിയുടെ മുന്നിൽ നിന്നുകൊണ്ട് രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടി CPI ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിനിവർ പറയുന്ന മറുപടി മുന്നണിക്കുള്ളിലെ ശക്തമായ ഘടകകക്ഷിയാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവകാശപ്പെട്ട് ഞങ്ങളോട് പറഞ്ഞു കൊണ്ടുവന്ന കാര്യത്തിൽ മാറ്റം വരുത്താതിരിക്കാനാണ് ഇടതുമുന്നണി ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പരമാവധി CPM-ൽ എന്തായാലും സമ്മർദ്ദം ചെലുത്താനായിരിക്കും തീരുമാനം. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഔദ്യോഗികമായി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അക്കാര്യം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നണിയിലേക്ക് പോകാൻ തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണി വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്. നിയമസഭയിലെ അംഗബലം അനുസരിച്ച് 2 സീറ്റിലേ ജയിക്കാൻ കഴിയൂ. അതിലിപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ കയ്യിലുള്ളതാണ് ഒരു സീറ്റ്. അപ്പോൾ അതിൽ CPIയുടെ തന്നെ ഒരു അംഗം വരണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലേക്ക് അവർ പോയിരിക്കുന്നു എന്നുള്ളത് ഇടതുമുന്നണി യോഗത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ നമ്മൾ കാണുന്നതാണ്. ഇതിൽ ഈ ബലാബലം അളക്കുന്നതിന്റെ ഒരു അളവുകോൽ അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൃത്യമായി ഞങ്ങൾക്ക് ഒരു സീറ്റ് കൂടി വേണം, ഇടതുമുന്നണി ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾ 2 സീറ്റ് കൈവശം വെച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള CPIയുടെ വാദം അത് നിലനിൽക്കുന്ന ഒന്നല്ലേ? പ്രവീണ പറഞ്ഞതുപോലെ ഈ കേരള കോൺഗ്രസ് M ശക്തമായി വാദിക്കുമ്പോഴും അങ്ങനെ ഒരു മറുവാദം ഇപ്പുറത്ത് നിൽക്കുന്നില്ലേ അല്ലമീൻ?
സുജിതിൽ ഏറ്റവും പ്രധാനം കേവലം രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി ആര് എന്നുള്ളതിനൊരു ഉത്തരം തേടൽ കൂടിയാണ് ഈ വിഷയം. അതിപ്പോൾ CPIക്ക് കൊടുത്താൽ CPIക്ക് ഉറപ്പിച്ച് പറയാം മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി ഞങ്ങൾ തന്നെയാണ്, അതുകൊണ്ട് കിട്ടിയ പരിഗണനയാണ് എന്ന് അവർക്ക് പറയാം. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം മുന്നണിയിലേക്ക് വന്നതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനം മുന്നണിയിൽ കുറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ താഴേക്ക് പോയിട്ടില്ല എന്നത് അരക്കിട്ടുറപ്പിക്കേണ്ട ഒരു സാഹചര്യം കൂടി CPIക്കുണ്ട്. അതേപോലെ തന്നെയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുകൾ നൽകിയെങ്കിൽ അത് CPIയേക്കാൾ CPI നേരിയ തോതിലെങ്കിലും എതിർപ്പ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ വരവിൽ ആ ഘട്ടത്തിൽ അറിയിച്ചിരുന്നു. ആ എതിർപ്പ് മറികടന്ന CPM നേതൃത്വം LDF നേതൃത്വം കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് CPIയേക്കാൾ വില ഞങ്ങൾക്കുണ്ട്, പരിഗണന ഉണ്ട് എന്നതിന്റെ തെളിവായിട്ട് അവരും കാണുന്നുണ്ട്. സ്വാഭാവികമായും രാജ്യസഭയിലേക്ക് ഒരു അംഗത്തെ അയക്കുക, രാജ്യസഭാ സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള ഒരു കേവല ആലോചനയോ തീരുമാനമോ എന്നതിനപ്പുറത്തേക്ക് മുന്നണിയിലെ ബലാബല പരീക്ഷണത്തിൻ്റെ ഒരു സാഹചര്യം കൂടി ഇതിന് പിന്നിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനെ മുന്നണി നേതൃത്വം, അതിന് CPM നേതൃത്വം എങ്ങനെ കാണും, എങ്ങനെ പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അത് CPIക്ക് കൊടുക്കാതെ കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് നേരത്തെ കൊടുത്ത വാക്ക് പാലിക്കാനായി അവർക്ക് തന്നെ സീറ്റ് ഉറപ്പിച്ചാൽ CPIക്ക് ഇത് സഹിക്കാനാകില്ല. കാരണം ജോസ് കെ മാണി വിഭാഗം ഇങ്ങോട്ട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വരാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അന്ന് കാനം രാജേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ, അതായത് അത്യാഹിത വിഭാഗത്തിൽ കിടക്കുന്ന ആളുകൾക്കുള്ള വെന്റിലേറ്റർ അല്ല ഇടത് മുന്നണി എന്ന രീതിയിൽ വരെ പരിഹാസ രൂപേണ പറഞ്ഞതാണ്. പിന്നീട് CPM നേതൃത്വവും ഇടതുമുന്നണി നേതൃത്വവും ഒക്കെ CPIയെ അനുനയിപ്പിച്ചതിന് ശേഷമാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അത് നമുക്ക് മുന്നിലുള്ള ഒരു വ്യക്തമായ ഒരു ചിത്രമാണ്, അന്നത്തെ ഒരു ചരിത്രം കൂടിയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു പ്രതിഫലനം കൂടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതികരണം കൂടി ഈ സാഹചര്യത്തിലുണ്ട്, ഈ പശ്ചാത്തലത്തിലുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രധാനം. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഇടതുമുന്നണി നേതൃത്വത്തെ സംബന്ധിച്ച്, അതോടൊപ്പം CPM നേതൃത്വത്തെ സംബന്ധിച്ച് തലവേദനയാകാൻ പോകുന്നത്. അത് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനം. അതിൽ ആർക്ക് സീറ്റ് കിട്ടുന്നു അവർക്ക് തന്നെയാണ് മുന്നണിയിലെ രണ്ടാമത്തെ പദവി എന്നുള്ള പറയാതെ പറയുകയോ അല്ലെങ്കിൽ അതിനെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമൊക്കെ രൂപപ്പെട്ട് വരും. അത് കൃത്യമായി CPIക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിൻ്റെ നീക്കം മുന്നിൽ കണ്ട് CPI നേതൃത്വവും ആ നിലപാട് പറയുന്നത്. പരസ്യ പ്രതികരണത്തിലേക്ക് നേതൃത്വം തയ്യാറായിട്ടില്ല. പക്ഷേ തങ്ങൾക്ക് അർഹതപ്പെട്ട സീറ്റ്, തങ്ങൾക്ക് അവകാശപ്പെട്ട സീറ്റ്, അതിൽ മറ്റാരും അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല, അത് കണ്ടാരും പനിക്കേണ്ടതുമില്ല. അത് മുന്നണി നേതൃത്വത്തെ കൃത്യമായി അറിയിക്കും. മാത്രമല്ല അത് ബിനോയ് വിശ്വത്തിന് തന്നെ ഒരു പക്ഷേ ആ സീറ്റ് ചോദിക്കുകയാണെങ്കിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടിയാണ് സീറ്റ് ചോദിക്കുന്നത് എന്നുള്ള ആ ചോദ്യം വരുമ്പോൾ ആ ചോദ്യത്തിന് കുറച്ചുകൂടിയും ക്ലെയിമിന് കുറച്ചുകൂടി ഒരു പവർ ഉണ്ടാകും, കുറച്ചുകൂടി ആധികാരികത ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇനി ബിനോയ് വിശ്വം അല്ലെങ്കിൽ പോലും, അത് ബിനോയ് വിശ്വം എന്നുള്ളതല്ല, XOR Y ആർക്ക് സീറ്റ് കൊടുത്താലും ആരെ രാജ്യസഭയിലേക്ക് അയക്കാൻ പാർട്ടി തീരുമാനിച്ചാലും ആ സീറ്റ് എന്നുള്ള തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ആ സീറ്റ് എന്ന കേവല ആവശ്യത്തിനപ്പുറത്തേക്ക് മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി ഞങ്ങളാണ്, അപ്പോൾ ഞങ്ങളുടെ വാക്കിനാണ് കൂടുതൽ പരിഗണന നേതൃത്വം നൽകേണ്ടത് എന്നുള്ള ഒരു ധ്വനി കൂടി ആ ചോദ്യത്തിന് പിന്നിലും ആ നിലപാടിന് പിന്നിലുമുണ്ട്. അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് തന്നെയായിരിക്കും LDFനെ സംബന്ധിച്ചിടത്തോളം, CPM നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനവും കീറാമുട്ടിയാകാൻ പോകുന്നതും. സുജ, ഓക്കെ, താങ്ക് യു. അല്ലമീനും PR പ്രവീണയുമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. അത് ഇടതുമുന്നണിക്കുള്ളിൽ രാജ്യസഭാ സീറ്റ് ആർക്കൊക്കെ നൽകും? 2 സീറ്റിലാണ് ജയിക്കാൻ കഴിയുക. അത് കേരള കോൺഗ്രസ് എമ്മും CPIM എടുക്കുമോ, അതോ CPIക്ക് അത് വിട്ടുകൊടുക്കുമോ CPIM? ഇടതുമുന്നണിയിൽ ആ സീറ്റ് ധാരണ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന് അറിയാനിരിക്കെ അതിനിടയിലാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കേരള കോൺഗ്രസ് എം ചേരാൻ പോകുന്നത്. സീറ്റിനായുള്ള ആവശ്യം പരസ്യമായി ഒരിക്കൽ കൂടി ഉന്നയിക്കാൻ അവർ പോകുമ്പോൾ എതിർപ്പുമായി ഞങ്ങളുടെ സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന ആവശ്യവുമായി CPIയും രംഗത്തുണ്ട്.